ഫൗണ്ടേഷൻസ് ഫോർ ബിസിനസ് അനലറ്റിക്സ് എന്ന് പറയുന്ന പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട ചില എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ബിസിനസ് അനലറ്റിക്സ് എന്ന് പറയുന്നത്? ബിസിനസ് അനലറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കളക്ടിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഡാറ്റ ടു സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുകയും അതിനെ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുകയും അതേപോലെ തന്നെ അതിനെ എന്ത് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് അനലറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് നോർമലി ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും അതേപോലെ തന്നെ എഫിഷ്യൻസിയും ഈ ഒരു ബിസിനസ് അനലറ്റിക്സിലൂടെ ഇംപ്രൂവ് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ്: വാട്ട് യു മീൻ ബൈ റാൻഡം എക്സ്പെരിമെൻറ്റ്? എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ എക്സ്പെരിമെൻറ്റ് ഹൂസ് ഔട്ട്കം കനോട്ട് ബി പ്രെഡിക്റ്റഡ് വിത്ത് സെർട്ടനിറ്റി ഇൻ അഡ്വാൻസ്. അതായത് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റിനെ നമ്മൾ എന്ത് പറയും, റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടെയിൽ വരും. അത് ഹെഡ് തന്നെയാണ് വരിക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ടൈലാണ് വരിക എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടേമാണ് ഇതിൽ വരുന്നത് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ എല്ലാ പോസിബിൾ ഔട്ട്കംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ സാമ്പിൾ സ്പേസ് വരുന്നത് എങ്ങനെയാണ്? സാമ്പിൾ സ്പേസ് വരുന്നത് ഒന്നുകിൽ ടൈൽ വരാം, അല്ലെങ്കിൽ എന്ത് വരാം, അല്ലെങ്കിൽ ഹെഡ് വരാം. ഓക്കെ, അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ടിയും എച്ചുമാണ്. ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ഇനി എന്താണ് ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സബ്സെറ്റ് ഓഫ് ദി സാമ്പിൾ സ്പേസ് ആണ് ഇവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞ സാമ്പിൾ സ്പേസ് എസ് ഈസ് ഈക്വൽ ടു ടി, അതേപോലെ എച്ച്. അപ്പോൾ ഇവിടെ ഇവൻ്റ് ആണ് എന്ത്, ടി എന്ന് പറയുന്നത്. എച്ച് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇവൻ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മാർജിനൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്? ഓക്കെ, മാർജിനൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എ സിംഗിൾ ഇവൻറ്റ് വിത്തൗട്ട് കൺസിഡറിങ് എനി അതർ ഇവൻറ്റ്. ഒരു സിംഗിൾ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയുടെ ഒക്കറൻസ് വേറൊരു ഇവൻറ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ടല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മാർജിനൽ പ്രോബബിലിറ്റി ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എ സിംഗിൾ ഇവൻറ്റ് വിത്തൗട്ട് കൺസിഡറിങ് എനി അതർ ഇവൻറ്റ്. ഓക്കെ, ഇനി മറ്റൊന്നാണ് ജോയിൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ജോയിൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് ടു ഇവൻറ്റ് എ ആൻഡ് ബി ബോത്ത് ഒക്കർ സൈമിൾട്ടേനിയസ്ലി. ഓക്കെ, അതായത് രണ്ട് ഇവൻറ്റ് ഒരേ സമയം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോയിൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ A and B are independent if the occurrence of the one does not affect the probability of other. ഓക്കെ, അതായത് ഒരു ഇവൻറ്റ് സംഭവിക്കാനുള്ളതിൻ്റെ പ്രോബബിലിറ്റി വേറൊരു ഇവൻറ്റിൻ്റെ ഒക്കറൻസിനെ എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാവുമ്പോൾ അതാണ് എന്ത്, ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ബിസിനസ് അനലറ്റിക്സ് ആണ്. അതിൽ ഒന്നാമതാണ് ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് എന്ന് പറയുന്നത്. ബിസിനസ് അനലറ്റിക്സ് അതായത് ഡിസ്ക്രിപ്റ്റീവ് പറയുന്നത് എന്താണ്, ടെൽസ് യു വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നതാണ് എന്ത്, ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് സമ്മറൈസസ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. ഒരു പാസ്റ്റ് കഴിഞ്ഞ ഒരു ഡാറ്റയാണ് ഇത് എന്ത് ചെയ്യുന്നത്, സമ്മറൈസ് ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് ഡിസ്ക്രിപ്റ്റീവ് ബിസിനസ് അനലിറ്റിക്സ് കാണിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമതാണ് ഡയഗ്നസ്റ്റിക് എന്ന് പറയുന്നത്. ഡയഗ്നസ്റ്റിക് പറയുന്നതാണ് വൈ ഇറ്റ് ഹാപ്പൻഡ് എന്നുള്ളതാണ്, എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളത്. ഓക്കെ, അതായത് ഒരു കാര്യം സംഭവിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഏതിനെ സൂചിപ്പിക്കുന്നത്, ഡയഗ്നസ്റ്റിക്. അതായത് എന്ത് കാരണം എന്തുകൊണ്ടാണ് ഒരു കാര്യം സംഭവിച്ചത് എന്ന് പറയുന്നത്, അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് ഡയഗ്നസ്റ്റിക്കിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് പ്രെഡിക്റ്റീവ് എന്ന് പറയുന്നത്. പ്രെഡിക്റ്റീവ് ടെൽസ് യു വാട്ട് വിൽ ഹാപ്പൺ, എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. അതായത് ഇറ്റ് ഐഡൻറ്റിഫൈ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺ ഓഫ് ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഔട്ട്കം.
ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുക, ഫ്യൂച്ചറിലെ ഔട്ട്കം എന്തായിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മുൻകൂട്ടി പറയുന്നു. വാട്ട് വിൽ ഹാപ്പൺ എന്ന് പറയുന്നതാണെന്ത് പ്രെഡിക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് പ്രിസ്ക്രിപ്റ്റീവ്. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് ഹൗ ടു റെസ്പോണ്ട്. ഓക്കെ, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, അതായത് ഇറ്റ് സിമുലേറ്റ്സ് സിനാരിയോ ടു റെക്കമെൻഡ് ദി ബെസ്റ്റ് പോസിബിൾ ആക്ഷൻ. അതായത് പ്രിസ്ക്രിപ്റ്റീവ് ബിസിനസ് അനലിറ്റിക്സിൽ ചെയ്യുന്ന എന്താണ്, റെക്കമെൻഡ് ദി ബെസ്റ്റ് പോസിബിൾ ആക്ഷൻ. ഓക്കെ, ഏറ്റവും നല്ല പോസിബിൾ ആക്ഷൻ എന്താണെന്ന് റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഹൗ ടു റെസ്പോണ്ട്, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം ഒരു കാര്യത്തോട് എന്നുള്ളതാണ് പ്രിസ്ക്രിപ്റ്റീവ് ബിസിനസ് അനലിറ്റിക്സിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും ടൈപ്സ് ആണ് ബിസിനസ് അനലിറ്റിക്സിൽ വരുന്നത്. അതായത് ഡിസ്ക്രിപ്റ്റീവ്, അതേപോലെ ഡയഗ്നോസ്റ്റിക്, പ്രിഡിക്റ്റീവ്, പ്രിസ്ക്രിപ്റ്റീവ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റ് റെഫേഴ്സ് ടു 2 or more ഔട്ട്കംസ് ദാറ്റ് കനോട്ട് ഹാപ്പൺ അറ്റ് സെയിം ടൈം. ഓക്കെ, 2 ഔട്ട്കം ഒരേ സമയം സംഭവിക്കില്ല. അങ്ങനെയുള്ള ഇവൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയും. ഉദാഹരണത്തിന് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടൈല് വരും. രണ്ടും ഒരുമിച്ച് വരുന്നില്ല, ഹെഡും ടൈലും ഒരേ സമയം വരുന്നില്ല. അപ്പോൾ അതെന്താണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. നെക്സ്റ്റ് ഇതിൽ പറയുന്ന ഒരു ടേമാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഈസ് ദി ലൈക്ലിഹുഡ് of an event occurring given that another event has already happened. അതായത് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി ഉണ്ടാകുന്നത് മറ്റൊരു ഇവൻറ്റ് സംഭവിക്കുന്നതിലൂടെയാണ്. അതായത് മറ്റൊരു ഇവൻറ്റ് സംഭവിച്ചാൽ എന്ത് ചെയ്യും, ഈ ഒരു ഇവൻറ്റ് സംഭവിക്കുമെന്ന് പറയുന്നതാണെന്ത് കണ്ടീഷണൽ. അതായത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തിയറമാണ് ബയസ് തിയറം എന്ന് പറയുന്നത്. അതായത് ബയസ് തിയറം എന്ന് പറയുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാത്തമെറ്റിക്കൽ ഫോർമുലയാണ്. അതായത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രൊപ്പോസിഷൻ ദാറ്റ് പ്രോബബിലിറ്റീസ് ഷുഡ് റിവൈസ്ഡ് ഓൺ ദി ബേസ് ഓഫ് ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ. അതായത് എല്ലാ അവൈലബിൾ ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ടും പ്രോബബിലിറ്റി എന്ത് ചെയ്യും, റിവൈസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതായത് റിവിഷൻ ഓഫ് പ്രോബബിലിറ്റി ബേസ്ഡ് ഓൺ അവൈലബിൾ ഇൻഫർമേഷൻ. അതായത് അവൈലബിൾ ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രോബബിലിറ്റിയുടെ റിവിഷൻ വരുന്നത് എന്നുള്ളതാണ് ബയസ് തിയറത്തിൽ വരുന്നത്. ഇനി ഇതിൽ പഠിക്കുന്ന 2 ടേമുകളാണ് പോപ്പുലേഷനും സാമ്പിളും. എന്താണ് പോപ്പുലേഷൻ, അതേപോലെ എന്താണ് സാമ്പിൾ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഒബ്സർവേഷൻ അബൌട്ട് വിച്ച് ഇൻഫർമേഷൻ ഈസ് ഡിസൈഡ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വിവരം കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വിവരം കളക്ട് ചെയ്യാനുള്ള നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന മൊത്തം ഗ്രൂപ്പിനെയും എല്ലാ ഇൻഡിവിജ്വലിനെയും ഉൾപ്പെടുന്നതാണ് എന്ത് എൻറ്റയർ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഒബ്സർവേഷൻ അബൌട്ട് വിച്ച് ഇൻഫർമേഷൻ ഈസ് ഡിസൈഡ്. എന്നാൽ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന വിവരങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള എല്ലാ ആളുകളെയും ഗ്രൂപ്പിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഡ്രോൺ ഫ്രം പോപ്പുലേഷൻ. അതായത് നമ്മളൊരു പോപ്പുലേഷനിൽ നിന്നും ഒരു ചെറിയൊരു ഭാഗം മാത്രം എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അതാണെന്ത് സാമ്പിൾ എന്ന് പറയുന്നത്. എൻറ്റയർ പോപ്പുലേഷനാവും, എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ പോപ്പുലേഷനും അതിൻ്റെ ഒരു സബ്സെറ്റാണ് എന്ത് സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് എ ന്യൂമറിക്കൽ മെഷർ ദാറ്റ് ഡിസ്ക്രൈബ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻറ്റയർ പോപ്പുലേഷൻ. അതായത് മൊത്തം എൻറ്റയർ പോപ്പുലേഷൻ്റെ ഫീച്ചേഴ്സ് കാണിക്കുന്ന ഒരു ന്യൂമറിക്കൽ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇനി എന്താണ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാമ്പിൾ എന്താണെന്ന് പറഞ്ഞു. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് സെലക്ടിങ് എ റെപ്രസെൻറ്റീവ് സബ്സെറ്റ് ഫ്രം പോപ്പുലേഷൻ. ഈ ഒരു പോപ്പുലേഷനിൽ നിന്നും ഒരു സബ്സെറ്റിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ ഒരു സബ്സെറ്റാണ്. അങ്ങനെ സബ്സെറ്റിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും, സാമ്പിളിംഗ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോബബിലിറ്റിക്ക് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ് ആണ്. അതായത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എവരി എലമെൻറ്റ് ഇൻ ദി പോപ്പുലേഷൻ ഹാസ് നോൺ. അതായത് പോപ്പുലേഷനിലെ എല്ലാ എലമെൻറ്റിനെയും അറിയാം. അങ്ങനെയാകുമ്പോൾ അതാണ് എന്ത് റാൻഡം അല്ലെങ്കിൽ പ്രോബബിലിസ്റ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ടൈപ്പാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. പ്രോബബിലിറ്റി അല്ലെങ്കിൽ റാൻഡം സാമ്പിളിങ്ങിൻ്റെ മെത്തേഡ് ഏതൊക്കെയാണ്. അതിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് ഒന്നാമത്തെ വരുന്നത്. സിമ്പിൾ റാൻഡം സാമ്പിൾ എന്ന് പറഞ്ഞാൽ
ഈച്ച് എലമെൻറ്റ് ഹാസ് ആൻ ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് സെലക്ഷൻ. ഓരോ എലമെൻറ്റിനും അത് സെലക്ട് ചെയ്യാൻ ഈക്വൽ ചാൻസ് ആണുള്ളത്, ഈക്വൽ പ്രോബബിലിറ്റി ആണുള്ളതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഇവിടെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, അതായത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഹോമോജീനിയസ് സബ് ഗ്രൂപ്പ്. ഒരേപോലെയുള്ള കുറച്ച് സബ് ഗ്രൂപ്പുകളായിട്ട് പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതിനെ നമ്മൾ സ്ട്രാക്റ്റം എന്നാണ് പറയുക, സ്ട്രാക്റ്റ എന്ന് പറയും. ആൻഡ് റാൻഡം സാമ്പിൾസ് ആർ ഡ്രോൺ ഫ്രം ഈച്ച് സ്ട്രാക്റ്റം. അതിൽ നിന്നും ഓരോ റാൻഡം സാമ്പിളും നമ്മൾ ഡ്രോൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെയാണ്, അതായത് എല്ലാ ഗ്രൂപ്പിനെയും എന്ത് ചെയ്യുന്നുണ്ട്? എൻഷുവർ ചെയ്തുകൊണ്ട്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എൻഷുവർ ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ഷൻ നടത്തുന്നു. അപ്പോൾ മൊത്തം പോപ്പുലേഷനെ കുറേ ഗ്രൂപ്പുകൾ, ഒരേ ഹോമോജീനിയസ് ഗ്രൂപ്പുകളായിട്ട് സബ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഓരോ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ റാൻഡം സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നു. ഇനി അടുത്ത് വരുന്നതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പ്രോബബിലിസ്റ്റിക് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗിൽ വരുന്ന മറ്റൊരു മെത്തേഡാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പോപ്പുലേഷൻ ഈസ് ഡിവൈഡ് ഇൻറ്റു ക്ലസ്റ്റേഴ്സ്, അതായത് കുറച്ച് ക്ലസ്റ്ററുകളായിട്ട്, നാച്ചുറൽ ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. സം ക്ലസ്റ്റേഴ്സ് ആർ റാൻഡംലി സെലക്റ്റഡ്. ഇതിൽ നിന്നും ചില ക്ലസ്റ്ററുകളെ നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്നിട്ട് ആ ക്ലസ്റ്ററിലുള്ള എല്ലാ മെമ്പറുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റഡി ചെയ്യുന്നു. ഇപ്പോൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനെ കുറേ ക്ലസ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, കുറേ ക്ലസ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിൽ ഒരു ക്ലസ്റ്ററിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൽ കുറച്ച് ക്ലസ്റ്റേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. അതിന് നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയും. ഇനി പ്രോബബിലിസ്റ്റിക് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗിൽ വരുന്ന മറ്റൊരു മെത്തേഡാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് 2 or more സാമ്പിളിംഗ് മെത്തേഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സാമ്പിളിംഗ് മെത്തേഡിലെ രണ്ടോ അതിൽ കൂടുതൽ സാമ്പിളിംഗ് മെത്തേഡുകളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ പ്രോബബിലിസ്റ്റിക് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗിൽ വരുന്ന മറ്റൊരു മെത്തേഡാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗിൽ ചെയ്യുന്നത് എന്താണ്? വേർ റിസർച്ച് സെലക്ട് മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ അറ്റ് റെഗുലർ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻ്റർവെൽ. ഒരു ഫിക്സ്ഡ് ഇൻ്റർവെല്ലായിട്ട് അല്ലെങ്കിൽ ഒരു റെഗുലറായിട്ട് പോപ്പുലേഷനിൽ നിന്നും നിശ്ചിത മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്നത് എന്താണ്? നമ്മൾ ഇതുവരെ പറഞ്ഞത് പ്രോബബിലിസ്റ്റിക് ആണ് പറഞ്ഞത്. ഇനി നോൺ പ്രോബബിലിറ്റി ആണ്. ഓക്കെ, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡുകളാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് എ സെലക്ഷൻ മെത്തേഡ് വേർ എലമെൻറ്റ്സ് ഫ്രം എ പോപ്പുലേഷൻ ഡു നോട്ട് ഹാവ് എ നോൺ ഓർ കാൽക്കുലേറ്റഡ് ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ്. അതായത് ഇവിടെയുള്ള പോപ്പുലേഷൻ എന്നുള്ള എലമെൻറ്റിനെ കൃത്യമായിട്ട് അറിയില്ല, അതേപോലെ തന്നെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത ചാൻസും കൃത്യമല്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോൺ പ്രോബബിലിറ്റിയിൽ വരുന്ന മെത്തേഡാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. കൺവീനിയൻസ് എന്ന് പറയുന്നത് സെലക്ടിങ് എലമെൻറ്റ് ദാറ്റ് ആർ ഈസിയസ്റ്റ് ടു റീച്ച്. നമുക്ക് എളുപ്പത്തിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള, നമുക്ക് എളുപ്പത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റുകളെ നമ്മൾ ചൂസ് ചെയ്യുന്നു. അതിനെ എന്ത് പറയും? കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയും. ഇനി അടുത്തത് നോൺ പ്രോബബിലിറ്റി വരുന്നതാണ് പർപ്പസീവ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് പർപ്പസീവ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് വേർ റിസർച്ചേഴ്സ് സെലക്ട് പാർട്ടിസിപ്പൻസ് ഫ്രം എ population based on entirely on their own professional judgment and knowledge of the study specific goals. ഓക്കെ, അതായത് ഈ സെലക്ട് ചെയ്യുന്ന ആളുകളുടെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ അവരെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് എന്ത് പറയും? പർപ്പസീവ് എന്ന് പറയും. ഓക്കെ, ഇനി കോട്ട സാമ്പിളിംഗ് ആണ് വേറൊന്ന് വരുന്നത് നോൺ പ്രോബബിലിറ്റിയിൽ. അതായത് കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത് വേർ റിസർച്ചേഴ്സ് ഡിവൈഡ് പോപ്പുലേഷൻ ഇൻറ്റു മ്യൂച്വലി എക്സ്ക്ലൂസീവ് സബ് ഗ്രൂപ്പ്. ഓക്കെ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് സബ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് സെലക്ട് പാർട്ടിസിപ്പൻസ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് പ്രീ ഡിറ്റർമൈൻഡ് പ്രൊപ്പോർഷൻ. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്നും ഒരു പ്രത്യേകമായിട്ടുള്ള പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻ ബേസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ നടത്തുന്നു. ഓക്കെ, പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെന്ത് പറയും? കോട്ട സാമ്പിളിംഗ് എന്ന് പറയും. ഇനി അടുത്ത വരുന്ന സ്നോബോൾ സാമ്പിളിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്.
വേർ എക്സിസ്റ്റിംഗ് റിസർച്ച് പാർട്ടിസിപ്പൻസ് റിക്രൂട്ട് ഫ്യൂച്ചർ പാർട്ടിസിപ്പൻസ്. ഇവിടെ ചെയ്യുന്നത് എന്താണ്? നിലവിലുള്ള റിസർച്ച് പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചർ പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുന്നു. നിലവിലുള്ള റിസർച്ച് പാർട്ടിസിപ്പൻസ് ഫ്യൂച്ചർ പാർട്ടിസിപ്പൻസിനെ എന്ത് ചെയ്യുന്നു? റിക്രൂട്ട് ചെയ്യുന്നു. ഇനി ഇതിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് എന്താണ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോറിലേഷൻ മെഷേഴ്സ് ദി സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ. രണ്ട് വേരിയബിൾ തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത്തും അതേപോലെ ഡയറക്ഷനും കാണിക്കുന്നതാണ് എന്ത്? കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ പഠിക്കുന്ന നെക്സ്റ്റ് ഒരു ഭാഗമാണ് ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഒന്നാമതാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേരിയബിൾ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബോത്ത് വേരിയബിൾ മൂവ് ഇൻ ദി സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് എന്ന് പറയും. അതായത് ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യുന്നു. ഇനി പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അപ്പോൾ അതെന്താണ്? പോസിറ്റീവാണ്. ഇനി അടുത്ത വരുന്നത് എന്താണ്? നെഗറ്റീവ് കോറിലേഷനാണ്. ഇവിടെ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരുന്നത്. ഇവിടെ സെയിം ഡയറക്ഷൻ ആയിരുന്നു പോസിറ്റീവ് കോറിലേഷനിൽ, എന്നാൽ നെഗറ്റീവ് കോറിലേഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഇപ്പോൾ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ അതെന്താണ്? നെഗറ്റീവ് കോറിലേഷനാണ്. ഇനി ടൈപ്സ് ഓഫ് കോറിലേഷനിൽ വരുന്ന മറ്റൊന്നാണ് സീറോ കോറിലേഷൻ. എന്ന് പറഞ്ഞാൽ നോ കോറിലേഷൻ അല്ലെങ്കിൽ നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ. രണ്ട് വേരിയബിൾ തമ്മിലുള്ള എന്തില്ല? ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിളിൽ ഒന്നും മാറ്റം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതെന്താണ്? സീറോ കോറിലേഷനാണ്. ഓക്കെ, ഇനി മറ്റൊന്നാണ് സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സിമ്പിൾ കോറിലേഷനിൽ നമ്മൾ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് പഠിക്കുന്നത്. സ്റ്റഡി ഓഫ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സാക്ട്ലി ടു വേരിയബിൾ. രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രം പഠിക്കുന്നത് സിമ്പിൾ കോറിലേഷനാണ്. ഇനി അടുത്ത വരുന്ന മൾട്ടിപ്പിൾ കോറിലേഷനാണ്. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ നമ്മൾ ഒരേ സമയം പഠിക്കുന്നതാണ്. ഓക്കെ, അതായത് സ്റ്റഡി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ വൺ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ അതെന്താണ്? മൾട്ടിപ്പിൾ ആണ്. രണ്ടിൽ കൂടുതൽ വരുമ്പോൾ അതെന്താണ്? മൾട്ടിപ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് പാർഷ്യൽ കോറിലേഷനാണ്. ഇവിടെ വരുന്നത് രണ്ടിൽ കൂടുതൽ എന്താണ്? വേരിയബിൾ റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷേ അതിൽ നിന്ന് രണ്ടെണ്ണം മാത്രം നമ്മൾ പഠിക്കുന്നു. മെഷേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ വൈൽ മാത്തമാറ്റിക്കലി റിമൂവിങ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോൺസ്റ്റന്റ് എഫക്റ്റ് ഓഫ് അതർ എന്താണ്? ഇന്റർവീനിങ് വേരിയബിൾ. ഓക്കെ, രണ്ടിൽ കൂടുതൽ വേരിയബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷേ അതിൽ രണ്ടെണ്ണം മാത്രം എടുത്ത് നമ്മൾ പഠിക്കുന്നെങ്കിൽ അതെന്താണ്? പാർഷ്യൽ കോറിലേഷൻ ആണ്. ഇപ്പോൾ പ്രൈസ്, ഡിമാൻഡ്, ഇൻകം 3 വേരിയബിളാണ്. അതിൽ പ്രൈസും ഡിമാൻഡും മാത്രം എടുത്ത് പഠിക്കുമ്പോൾ എന്താണ്? പാർഷ്യലാണ്. ഇനി ലീനിയർ കോറിലേഷനാണ്. ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ഫോളോ എ സ്ട്രെയിറ്റ് ലൈൻ പാറ്റേൺ. ഓക്കെ, അതായത് റേറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. രണ്ട് വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റം, ആ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരമാണ്. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതെന്താണ്? ലീനിയർ. ഒരേ എമൗണ്ട് ആണെങ്കിൽ അതെന്താണ്? ലീനിയർ കോറിലേഷനാണ്. ഇനി നോൺ ലീനിയർ കോറിലേഷനാണ്. ഇവിടെ എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾ ചേഞ്ചസ് അറ്റ് ഫ്ലക്ച്വേറ്റിംഗ് റേറ്റ്. മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരേ അളവിലല്ല വരുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ല കിട്ടുക, ഇവിടെ എന്തായിരിക്കും? ഒരു സർക്കിൾ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ വരുന്ന ഒരു ടേമാണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ദാറ്റ് ക്വാണ്ടിഫൈസ് ദി ആക്യുറസി ഓഫ് പ്രഡിക്ഷൻസ് മെയ്ഡ് ബൈ എ റിഗ്രഷൻ മോഡൽ. ഒരു റിഗ്രഷൻ മോഡലിലുള്ള പ്രഡിക്ഷൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ട് എന്ന് ക്വാണ്ടിഫൈ ചെയ്യുന്ന ഒരു മെഷറാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ദാറ്റ് എസ്റ്റാബ്ലിഷ് ദി ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആൻഡ് എനേബിൾസ് പ്രഡിക്ഷൻ ഓഫ് വൺ വേരിയബിൾ ഫ്രം അനദർ. അതായത് രണ്ട് വേരിയബിൾ തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു വേരിയബിൾ നമുക്കറിയാം, എന്നിട്ട് മറ്റൊരു വേരിയബിളിനെ എന്ത് ചെയ്യണം? നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? റിഗ്രഷൻ അനാലിസിസ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഒബ്സർവേഷൻ അറേഞ്ച്ഡ് ഇൻ
എ ക്രോണോളജിക്കൽ ഓർഡർ ഓവർ ഇക്വാളിറ്റി സ്പേസ്ഡ് ടൈം ഇൻ്റർവെൽ. ഓക്കെ, ഒരു ടൈം ഇൻ്റർവെല്ലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഒബ്സർവേഷനെ അറേഞ്ച് ചെയ്യുന്ന ഒരു ഓർഡറിൽ, പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ടൈം സീരീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹവർലി ആയിട്ട്, അല്ലെങ്കിൽ ഡെയിലി, അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട്, അല്ലെങ്കിൽ ആനുവലി ആയിട്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഡർ ചെയ്തുകൊണ്ട് എഴുതുന്ന സിസ്റ്റമാണ് ടൈം സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സീസണൽ വേരിയേഷൻ എന്നുള്ളതാണ് മറ്റൊരു ടേം വരുന്നത്. സീസണൽ വേരിയേഷൻ എന്ന് പറയുന്നത് റെഗുലർ ഓർ പീരിയോഡിക് ഫ്ലക്ച്വേഷൻസ് ദാറ്റ് റിപ്പീറ്റ് വിത്തിൻ എ ഇയർ ഓർ ഫിക്സ്ഡ് പീരീഡ്. ഒരു ഫിക്സ്ഡ് പീരീഡ് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, റെഗുലർ ആയിട്ടുള്ള ഫ്ലക്ച്വേഷനെയാണ് നമ്മൾ സീസണൽ വേരിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കോസ്ഡ് ബൈ നാച്ചുറൽ സീസൺ, അതേപോലെ കസ്റ്റംസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് വർഷത്തിൽ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് പീരീഡിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണെന്ത് ഒരു റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ട് വരുന്ന ഫ്ലക്ച്വേഷനാണ് സീസണൽ വേരിയേഷൻസ് എന്ന് പറയുന്നത്. ഇനി സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഫ്ലക്ച്വേഷൻസ് ലാസ്റ്റിംഗ് മോർ ദാൻ എ ഇയർ, ഒരു ഇയറിൽ കൂടുതൽ വരുന്നതാണെന്ത് ഈ ഒരു സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത്. അത് നോർമലി ഈ ഒരു ബിസിനസ്സിലുണ്ടാകുന്ന സൈക്കിളുണ്ട്, ബൂമ്, റിസഷൻ, ഡിപ്രഷൻ റിക്കവറി പോലെയുള്ള ബിസിനസ്സിലെ വേരിയേഷൻ കൊണ്ടുണ്ടാകുന്ന, ബിസിനസ്സിലെ സൈക്കിൾ കൊണ്ടുണ്ടാകുന്നതാണ് സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഇറഗുലർ ഓർ റാൻഡം വേരിയേഷൻ ആണ് എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ. ഓക്കെ, അതായത് ഫ്ലക്ച്വേഷൻസ്, വേരിയേഷൻസ് എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല, അൺപ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ, അത് മാത്തമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അതിനെയാണ് നമ്മൾ ഇറഗുലർ അല്ലെങ്കിൽ റാൻഡം വേരിയേഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ദാറ്റ് എക്സ്പ്രസസ് ദി റിലേറ്റീവ് ചേഞ്ചസ് ഇൻ എ വേരിയബിൾ ഓവർ ടൈം. ഓക്കെ, ഓർ അക്രോസ് ലൊക്കേഷൻസ്. അതായത് ഇവിടെ കാണിക്കുന്നത് എന്താണ്, ഒരു വേരിയബിൾ ഉണ്ടാകുന്ന റിലേറ്റീവ് ചേഞ്ചസ് കമ്പയർഡ് ടു ചൂസൺ ബേസ് പീരീഡ്. ഒരു ബേസ് പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ട്, നമ്മൾ ചൂസ് ചെയ്ത ഒരു ബേസ് പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു നിശ്ചിത ടൈമിൽ ഉണ്ടാകുന്ന ഒരു അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ ഉണ്ടാകുന്ന എന്താണ് റിലേറ്റീവ് ചേഞ്ചസ് കാണിക്കുന്നതാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ പഠിക്കുന്ന ഒരു ടേമാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഈസ് യൂസ്ഡ് വെൻ ദർ ആർ എക്സാക്ട്ലി ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഔട്ട്കം. രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഔട്ട്കം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇവിടെ സക്സസും ഫെയിലിയറും, രണ്ട് ഔട്ട്കം എന്താണ്, ഒന്ന് സക്സസ്, അതേപോലെ മറ്റൊന്ന് ഫെയിലിയർ. സക്സസിനെ നമ്മൾ പി എന്നാണ് നോട്ട് ചെയ്യുക, ഫെയിലിയർ നമ്മൾ ക്യൂ എന്നാണ് നോട്ട് ചെയ്യുക. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഈസ് യൂസ്ഡ് വെർ ദർ ആർ എക്സാക്ട്ലി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഔട്ട്കം ഓഫ് എ ട്രയൽ വിച്ച് ആർ നോൺ ആസ് സക്സസ് ആൻഡ് ഫെയിലിയർ. ഇനി മറ്റൊന്നാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ചില റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഇറ്റ് മേ ബി പോസിബിൾ ടു കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് ആൻ ഇവൻറ്റ് ഒക്കർ. ഒരു ഇവൻറ്റ് സംഭവിക്കുന്നത് എത്രയുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റും. ബട്ട് നോട്ട് പോസിബിൾ ടു കൗണ്ട് ദി നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് ഡസ് നോട്ട് ഒക്കർ. ഒരു ഇവൻറ്റ് സംഭവിക്കാതിരിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കൗണ്ട് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഒരു ഇവൻറ്റ് സംഭവിക്കുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്ത് പറയാൻ പറ്റും. എന്നാൽ ഒരു ഇവൻറ്റ് സംഭവിക്കാതിരിക്കുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ആ സമയത്താണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് അത്തരം സിറ്റുവേഷനിൽ. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് മറ്റൊന്ന് വരുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി മോഡൽ ഫോർ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റാൻഡം വേരിയബിളിനാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. അതായത് പ്രോബബിലിറ്റി അണ്ടർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റ് ദി ലൈക്ലിഹുഡ് ദാറ്റ് എ വാല്യൂ വിൽ ഫാൾ വിത്തിൻ ആൻ ഇൻ്റർവെൽ. ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വാല്യൂസ് വരുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ വാല്യൂ വിത്തിൻ ആൻ ഇൻ്റർവെല്ലാണ് വരുന്നതെങ്കിൽ അത്തരം കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് പാരാബോളിക് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ഡാറ്റ ചേഞ്ചിങ് അറ്റ് ആൻ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് റേറ്റ്. അതായത് ഒരു ഡാറ്റയുടെ ചേഞ്ചിങ് ഇൻക്രീസിങ്ങിലോ അല്ലെങ്കിൽ ഡിക്രീസിങ്ങിലോ കാണിക്കുന്നു, ഇൻക്രീസിങ് റേറ്റിലോ അല്ലെങ്കിൽ ഡിക്രീസിങ് റേറ്റിലോ കാണിക്കുന്നതാണ് എന്ത്, പാരാബോളിക് ട്രെൻഡ് എന്ന് പറയുന്നത്.
ഇനി മറ്റൊന്നാണ് ലോഗരിത്മിക് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് ഗ്രോത്ത് ദാറ്റ് ഇൻക്രീസസ് റാപ്പിഡ്ലി അറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ സ്ലോ ഡൗൺ. ഓക്കെ, അതായത് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, നല്ലൊരു വളർച്ച ഉണ്ടാകുന്നു, ഇൻക്രീസ് ഉണ്ടാകുന്നു, പിന്നീട് അതെന്ത് ചെയ്യുന്നു, താഴോട്ടേക്ക് പോകുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലോഗരിത്മിക് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്നൊരു ടേമാണ് കൈ സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് കൈ സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. കൈ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമലി ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആൻഡ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ്. എത്രത്തോളം ഒരു അനാലിസിസ് ശരിയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.